നഗരത്തിൻ്റെ തിരക്കിൽ നിന്നുമൊക്കെ മാറി മേഘങ്ങളും മലകളും മഞ്ഞും കാടും മെയ്ഡും ഒക്കെ ചേർന്ന മനസ്സിനെ ഒരുപാട് ശാന്തമാക്കുന്നൊരിടം. അതാണ് സത്രം. സത്രത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടിപ്പോയ ഈ യാത്രയിൽ കണ്ടുമുട്ടിയ കുറച്ചു നല്ല മനുഷ്യരും പ്രകൃതി ഭംഗിയും അമ്പലവും സൂര്യാസ്തമയവും തടാകവും ഒക്കെ ഓർത്തിണക്കിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, നമുക്ക് വണ്ടിപ്പെരിയാർ വഴി വരാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്കാനം വഴി പരുന്തുംപാറ കൂടി പോകാൻ പറ്റും. ഞാനിന്ന് പോകുന്നത് കുട്ടിക്കാനം പരുന്തുംപാറ വഴി സത്രത്തിലേക്കാണ്. ഇവിടുന്ന് കുട്ടിക്കാനത്ത് നിന്ന് പരുന്തുംപാറയിൽ നിന്ന് സത്രത്തിലേക്ക് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം കഴിഞ്ഞ തവണ പോയപ്പോൾ വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷെ ഇത്തവണ ആ വഴിയെല്ലാം ശരിയാക്കി നല്ലപോലെ ആക്കിയെന്ന് കേട്ടു. ഇവിടെ വരുന്ന വഴിക്ക് നമുക്ക് ഫ്രണ്ടിലും കാണാൻ പറ്റും 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് കാറിന് എന്തോ 10 രൂപ എങ്ങാണെന്ന് തോന്നുന്നു, 10 20 ആണെന്ന് തോന്നുന്നു. പക്ഷെ ബൈക്കിന് പ്രശ്നമൊന്നുമില്ല, ബൈക്ക് ഫ്രീ ആയിട്ട് തന്നെ ബൈക്ക് കയറ്റി വരും. മഞ്ഞ് കയറി നല്ല മഴയിലേക്ക് ഉറപ്പുണ്ട്. പക്ഷെ എത്ര നേരം കാണുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുമായിരുന്നു നല്ല ദിവസമായിരുന്നു. കാരണം പോകുന്ന വഴി നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പൊ നമ്മുടെ സത്രത്തിലെ എയർസ്ട്രിപ്പിന്റെ ഒക്കെ അവിടെ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല. കാരണം കുറച്ചുകൂടെ വെയിലാകുമ്പം നമ്മുടെ എന്നാ പറഞ്ഞത്, വെയിലിന്റെ ചൂട് കാരണം നമുക്ക് എന്താ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. നമ്മൾ തണലോട്ട് മാറാനൊക്കെ ആയിട്ട് ശ്രമിക്കല്ലേ. പക്ഷെ ഒരു തണല് കൂടി നിന്നിട്ട് കുറച്ച് തണുപ്പും അല്ലാതുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞും ഒക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പൊ ഇവിടെ ഓടെ കയറിയിട്ടുണ്ട് നൈസായിട്ട്. ഞാനിവിടെ കാരണം മുകളിലൊക്കെ ഭയങ്കര ചൂടും ഭയങ്കര വെയിലും ഒക്കെ. പക്ഷെ താഴോട്ടിറങ്ങിയപ്പോ ഇവിടെ കോടി നടങ്ങളുള്ള. നമുക്ക് ഈ വഴി പോകുമ്പോ സത്രത്തിലോട്ട് പോകുമ്പോ നമുക്ക് 2 വഴികളാണുള്ളത്. ഇതുവഴി 2 വഴി നമുക്ക് സത്രത്തിലോട്ട് പോകാൻ പറ്റും. ഒന്ന്, നമുക്കിപ്പോ പുതുതായിട്ടൊരു സത്രം റോഡ് പണിതിട്ടുണ്ട്. അത് നല്ല റബ്ബറൈസ്ഡ് റോഡൊക്കെ ആക്കി നല്ല ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് ആ റോഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടപ്പുറം ഒരു എന്നാ പറയാ, തമിഴ്നാടിനോട് സാദൃശ്യമുള്ള ഒരു ഗ്രാമമൊക്കെ കവർ ചെയ്ത്, അതായത് ഗ്രാമമല്ല, അതവരുടെ ഗ്രാമം പോലെ തന്നെ. പക്ഷെ അവരുടെ കുറച്ച് പേര് ഇങ്ങനെ ലയത്തിൽ താമസിക്കുന്നതാണ്. അവരുടെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു റോഡിന് പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അതുവഴി പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ വേറെയാണ്. ഇവിടുന്ന് നേരെ ചെന്നിട്ട് അരണക്കൽ ചെന്നിട്ട് അവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കുമളി വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ് നേരെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ വഴി. നല്ല ടാറിട്ട് റബ്ബറൈസ് ഒക്കെ ചെയ്ത് 2 സൈഡും നല്ലപോലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല റോഡാണ്. നിങ്ങൾക്ക് ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അരണക്കൽ വരെ ചെല്ലാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള റോഡാണ്. ഇതാണ് 2ാമത്തെ വഴി. അതായത് ഈ പറഞ്ഞാലും വണ്ടിപ്പെരിയാർ തേക്കടി അങ്ങനെയുള്ളത് നേരെ പോകണം. അരണക്കൽ സത്രം എന്ന് പറയുന്നത് ഇവിടുന്ന്, അതായത് ഈ വഴി വന്നിട്ട് ഈ കാണുന്ന റൈറ്റാണ് നമ്മൾ പറഞ്ഞ സത്രത്തിലേക്കുള്ള വഴി. ഇത് എസ്റ്റേറ്റ് റോഡാണ്. അതായത് നിങ്ങൾക്ക് ഈ വഴി കുറച്ച് കയറുമ്പോഴുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ ചെറിയ ടാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ വലിയ കാര്യമായിട്ടുള്ള ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല. അത്യാവശ്യം നല്ലൊരു ടാറിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളീ പറഞ്ഞ അരണക്കൽ എന്ന് പറഞ്ഞ സ്ഥലം വണ്ടിപ്പെരിയാറിൽ നിന്നും വരുന്ന വഴിയാണ്. ആ വഴി നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. നേരെ ഒരു ഡാമിന്റെ വ്യൂ ഒക്കെയാണ്. പക്ഷെ ഇവിടെ രാവിലെ ഇങ്ങനെ കാഴ്ച മങ്ങി നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ തെളിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാമിന്റെ വ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും പറ്റും. കുറച്ച് കണ്ടിട്ട് ഞാൻ കാണിക്കാം. അവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രസമുള്ള വ്യൂ ആണ്.
ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ തമിഴ്നാടിനോട് സദൃശമുള്ള ഗ്രാമം. അതായത് ഇതെല്ലാം തോട്ടം തൊഴിലാളികളുടെ ഓരോരോ ലയമാണ്. നമ്മൾ ഇവിടെ കാണുന്നതും പിന്നെ അങ്ങോട്ട് അവിടെ കാണുന്നതും ഒക്കെ ഈ ലയമാണ്. അവിടെ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ അകത്ത് താഴെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഇതിലെ റോഡ് ഗതാഗതം നിരോധിച്ചിട്ടായിരിക്കണം അപ്പുറത്തൂടെ അവർ അങ്ങോട്ട് സത്രത്തിലേക്ക് വേണ്ടിയുള്ള ആ റോഡ് വിട്ടിരിക്കുന്നത്. അപ്പം ഇതുവഴിയുള്ള വണ്ടി ഞാനിങ്ങനെ വന്നപ്പോൾ വണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല. രാവിലെ ആയതുകൊണ്ടാണെന്നും അറിയാൻ പാടില്ല. എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്. നിങ്ങൾക്കിങ്ങനെ കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റോഡുണ്ട്. അതാണ് ഞാനിത് കാണിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് നിന്നിട്ട് എൻ്റെ കുറച്ച് വിഷ്വൽസ് കൂടെ കാണാം. എന്നാ ഒരു വീഡിയോ എടുത്തല്ലേ, വീഡിയോ. ഇത് നമ്മുടെ ഇതിന്റെ പീരിമേടിന് കീഴിലുള്ള പീരിമേടല്ലേ, പീരിമേട് ഗ്രാമപഞ്ചായത്ത്. പീരിമേട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് വണ്ടി പെരിയാറ്. ഡേവിറ്റിയുടെ ലേറ്റ് അല്ലേ ഫുള്ള്? ഡേവിറ്റിക്കല്ലേ ഉണ്ട്, മറ്റേ ചത്ര പോകുന്നുണ്ട്, ലൊക്കേഷനൊക്കെ ഉണ്ട്. അവിടെ അമ്പലം താഴെ ഒരു പള്ളിയില്ലേ ചേട്ടാ? ഇവിടെ താഴെ പള്ളിയുണ്ട്. പള്ളിയുണ്ടല്ലേ. ഇവിടെ എങ്ങനെ വൈകുന്നേരമാണോ? എങ്ങനെ ചൂടെങ്ങനെ? ഭയങ്കര ചൂടുണ്ട്. 6 മണിയാകുമ്പോൾ രാവിലെ തണുപ്പ് കൂടുതൽ. രാവിലെ തണുപ്പ് കൂടുതൽ. പണി ഒത്തിരി പണിയുണ്ട്. നമ്മുടെ സത്രത്തിലൊക്കെ ഇപ്പൊ എങ്ങനെ ആയിരിക്കും കാലാവസ്ഥ? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ വെയിൽ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥ ആയിരിക്കും അല്ലേ? ശരി ശരി. ഞാൻ സത്രത്തിലോട്ട് ഇതിലെ വണ്ടിയൊക്കെ പോകുന്നു ചേട്ടാ. ഇപ്പൊ വേറെ റൂട്ട് വെട്ടിയുണ്ട്, അതിലേ പോകും അല്ലേ? ആ റോഡ് നേരെ സത്രത്തിലോട്ട് അല്ലേ? ഇതിലെ അങ്ങനെ വണ്ടി വിടുന്നില്ല അപ്പൊ? ഇതിലും കുഴപ്പമില്ല. ഇതിലെ വന്നാലേ കാണത്തുള്ളൂ. നമ്മളിപ്പോ പോകുമ്പോ നമുക്ക് ഒരു ഡാമിൽ കാണാൻ പറ്റത്തുള്ളൂ. താഴെ ട്രെയിൻ ചെല്ലുമ്പോ താഴെയുള്ള ഡാമുണ്ട്. അതിന്റെ സൈഡിൽ കൂടെ പോകുന്നല്ലേ? ശരി ശരി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഇത് എവിറ്റിയുടെ എസ്റ്റേറ്റാണ്. എവിറ്റിയുടെ തൊഴിലാളികളാണ് എല്ലാവരും. അവിടെ പണിയെടുക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ അവർക്ക് വേണ്ടി ഉള്ള ലേറ്റാണത്. ഇങ്ങനെ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് നമ്മൾ ഇറങ്ങി വരുന്നത് ഈ വഴി നിങ്ങൾ പോകരുത്. ഈ കാണുന്ന ഈ റോഡിൽ കൂടെ വരണം. അതായത് കുറച്ച് ഒരു പുളിഞ്ഞൊരു റോഡാണ്. ആ റോഡിൽ കൂടെ താഴോട്ടിറങ്ങി പോകണം. ഇപ്പം സത്രത്തിൽ ചെല്ലുമ്പോൾ രാവിലെ ചെല്ലുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഉച്ചയൊക്കെ ആകുമ്പം വരാനാണെങ്കിൽ കുറച്ച് സീനായിരിക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ ഈ പറയുന്ന പോലെ നല്ല ചൂടും കിട്ടുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് ഇന്നലെയൊന്നും ഇവിടെ മഴ പെയ്യാത്തതുകൊണ്ടും ഭയങ്കര ചൂടാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു 10 മണിക്ക് മുന്നേ അവിടെ ചെല്ലുന്ന രീതി വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതാണ് നമ്മളെ മേളിൽ നിന്ന് കാണുമ്പോൾ കാണുന്ന ആ ഒരു ഡാം അല്ല ഇത്. ഇത് വേറൊരു ഡാമാണ്. മേളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇവിടെ ടോട്ടല് 4 ഡാമുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ മേളിൽ നിന്ന് കാണുന്ന ഒരു ഡാം, പിന്നെ ഈ ഡാം, പിന്നെ വേറെ 2 ഡാമുകൾ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഏതാണ് എവിടെയാണെന്നുള്ള കാര്യം അറിയാൻ പാടില്ല.
മഴക്കാലത്തൊക്കെ വരുമ്പോൾ എന്ത് മനോഹരമായിരിക്കും ഇവിടെ നോർത്തേക്ക്. ഇവിടെ എല്ലാം കോടെല്ലാം കയറി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് മുന്നിലോട്ട് പോവാം. ആ ചേട്ടൻ പറഞ്ഞ അടുത്ത ഡാമാണിത്. ഈ ഡാമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് നാരായണത്തിൽ മറ്റ് ഒന്നാണിത്. ഈ ഡാം ചുറ്റി നമുക്ക് ആ വഴി എന്ന് പറയാൻ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. അതായത് നമ്മൾ ആ പുതിയ റോഡില്ല, പുതിയ റോഡ് നമ്മൾ അവിടെ നിന്ന് കാണിച്ച ആദ്യത്തെ റോഡ്, അതാണ് ഈ റോഡ്. ഈ റോഡ് നേരെ സത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പിലോട്ട് വന്നിട്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഡീവിയേഷൻ എടുത്ത് ഇതിലോട്ട് വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല വെള്ളമുള്ള പ്രദേശമൊന്നും, കാരണം ഈ ചൂടത്ത് ഈ വെയിലത്തും ഒക്കെ ഒരു പ്രശ്നമില്ല, വെള്ളം ഇഷ്ടം പോലെ വെള്ളം. അങ്ങനെ നമ്മൾ അരണക്കലോട്ട് വന്നു. അരണക്കൽ ഇവിടുന്ന് ഇനി റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് അരണക്കൽ ജംഗ്ഷൻ. നിങ്ങൾക്ക് ഈ അമ്പലം ഓർത്ത് വെക്കാം. ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. ഈ റോഡാണ് പോകേണ്ടത്. ഈ റോഡ് അങ്ങ് വരെയും തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് പൊട്ടിപ്പൊളിങ്ങി നടക്കുന്ന റോഡാണ്. കാരണം ഇവിടെയൊക്കെ ഉടനെ തന്നെ ഇവിടെയൊക്കെ ടാർ ചെയ്ത് റെഡിയാക്കുന്നതായിരിക്കും. കാരണം ഇതുപോലെ കിടന്ന വഴിയാണ് നമ്മുടെ മറ്റേ ആ ടാറിട്ട് റോഡും. അപ്പോൾ അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവർ ഈ വഴിയും ഭംഗിയാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പീരുമണി ഗ്രാമപഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ സഞ്ചാരികൾ, അതായത് ഇങ്ങനെ യാത്രക്കാരിങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കണം കൂടുതലായിട്ട് അവരിങ്ങനെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുന്നത്. ആ റോഡ് അതങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ആ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര കാലം കൊണ്ടാണെന്നൊന്നും അറിയില്ല, പക്ഷേ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ റോഡും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട്. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു ശവപ്പുറമ്പ് കാണാൻ പറ്റും. രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോരുത്തരെ അടക്കേക്കുന്നതാണ്. ഇപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് ഇനിയിപ്പം ഇന്നാളെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്നത്. പക്ഷേ രാവിലെ വന്നിട്ടും കാര്യമൊന്നുമില്ല. നമ്മളിവിടെ കണ്ടും കേട്ടും വരുമ്പോൾ നമ്മൾ സത്രം ചെല്ലുമ്പോൾ 10 മണിയാവും. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് 2 സ്ഥലം കാണാം. മൗണ്ട് സത്രം ഒന്നും കാണാം, പിന്നെ സത്രം എയർ സ്ട്രിപ്പ് ഒന്നും കാണാം. ഇതാണ് നമ്മുടെ മൗണ്ട് സത്രം. ബദേൽ പ്ലാന്റേഷൻ, മൗണ്ട് എസ്റ്റേറ്റ്. ബദേൽ എസ്റ്റേറ്റിൻ്റെ ചെറിയൊരു ഷോപ്പ്, അതായത് ഒരു കോഫി ഷോപ്പ് നമുക്ക് പുതിയതായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗ്ലൻമേരിയിൽ. ഗ്ലൻമേരി എസ്റ്റേറ്റ് അകത്തോട്ട് കയറി വരുമ്പോൾ നമുക്ക് കുറച്ച് വരണം. അതായത് കുട്ടിക്കാനത്ത് നിന്ന് നമ്മൾ ഏലപ്പാറ പോകുന്ന വഴിക്ക് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേനും ഗ്ലൻമേരി റോഡുണ്ട്, റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞിട്ട്. അപ്പോൾ ആ ഗ്ലൻമേരി റോഡ് കയറിയിട്ട് കുറച്ച് അകത്തോട്ട് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 കിലോമീറ്ററാണ്. 4 കിലോമീറ്റർ അകത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നൊരു കോഫി ഷോപ്പാണ്. അത് ഈ ബദേൽ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡിങ് കൊടുത്തേക്കുന്നത് ബദേൽ ടീ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ തന്നെയാണെന്ന് തോന്നുന്നത് ആ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ. അല്ല സോറി, ആ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഓൺ ചെയ്യുന്നതാണെങ്കിൽ ഇവരുടെ പേര് നടത്തുന്ന ആ ഒരു കോഫി ഷോപ്പായിരിക്കണം അത്. നിങ്ങൾ പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത് അടിപൊളിയാണ്, സൂപ്പറാണ്. നിങ്ങൾ ഈവനിങ് സമയത്ത് പോകാൻ മാക്സിമം ശ്രമിക്കുക. ഈവനിങ് സമയത്ത് ചെല്ലുമ്പോൾ വൈബ് വേറെ തന്നെയാണ്. അതായത് ഒരു ഈവനിങ് സമയം ഇരുട്ടുന്ന ആ ഒരു സമയത്തോട് ഇല്ല. കാരണം അവിടെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇട്ട് നല്ല ഭംഗിയാണ് കാണാനും. ആംബിയൻസും കാര്യങ്ങളൊക്കെ വളരെ വളരെ മനോഹരമാണ് അവിടെ. അതിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ ഒരു ആംബിയൻസ് ഇരിക്കും. നമുക്ക് നല്ലൊരു ചൂട് കോഫിയും അതിൻ്റെ കൂടെ ചെറിയ സ്നാക്സും കാര്യങ്ങളെല്ലാം കിട്ടുമ്പോൾ ആദ്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു മസ്റ്റ് ട്രൈ ആണത്. നമ്മളിതിലിങ്ങനെ ചെന്ന് കയറുമ്പോൾ ഈ വഴി 3 ആയിട്ട് തിരിയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഓൾഡ് സത്രം അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ
ഈ വഴി പോകണം. സത്ര എയർ സ്ട്രിപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് വഴി. ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വഴി മേലോട്ട് കയറി പോകണം. പിന്നെ നമുക്ക് ഓൾഡ് സത്രം പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ എയർ സ്ട്രിപ്പിന് അങ്ങോട്ട് പോകാം. കുറച്ചുകൂടെ നന്നായിരിക്കും. അവിടെ ആദ്യം പോയിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സത്രത്തിൽ വന്നു. സത്രത്തിൽ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിന് മുമ്പിലാണ്. അതായത് ഈ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശബരിമല സീസണിൽ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർ 2 വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് നമ്മുടെ പമ്പ വഴി പോകുന്നത്, 2 ഒരു കാനനപാതയുണ്ട്. അതായത് സത്രം കാനനപാത തന്നെയാണ്. അതായത് നമ്മുടെ അമ്പലത്തിൻ്റെ ഈ സൈഡിൽ കൂടെ താഴോട്ടൊരു വഴി കിടപ്പുണ്ട്. അത് കാട്ടിലോട്ടുള്ള വഴിയാണ്. ഓൺലൈനിൽ നിന്ന് ബുക്കിങ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് 12 മൈലാണ്. അതായത് 12 കിലോമീറ്റർ അല്ല, 12 മൈൽ ഇവിടുന്ന് കാട്ടിലേക്കുള്ള വഴി കയറി ശബരിമലയ്ക്ക് പോകുന്നുണ്ട് സീസൺ സമയത്ത്. ആ കാണുന്നതാണ് നമ്മുടെ അമ്പലം. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ റോഡിൽ കൂടെ ഇങ്ങനെ വന്നാൽ നമുക്കിങ്ങനെ കറങ്ങി ഇവിടെ വരെ വരാം. ഇതാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തോട്ട് ഭക്തജനങ്ങൾക്ക് മാത്രമേ, അതായത് സീസൺ സമയത്ത് ഭക്തജനങ്ങൾക്ക് മാത്രമേ അനുവാദമുള്ളൂ അങ്ങോട്ട് പോകാനായിട്ട്. അവിടെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞത് ഇങ്ങോട്ടിങ്ങനെ വണ്ടി കൊണ്ട് വരാൻ പാടില്ലാത്തതാണ്, കുഴപ്പമില്ല, ഇനിയിപ്പോൾ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് വണ്ടിയായിട്ടൊക്കെ ആരും വരാതിരിക്കുക കണ്ടിട്ട്. സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് ഈ തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്നായിരിക്കും ആ ശബ്ദത്തിലെ ധ്വനി എന്നെനിക്ക് തോന്നുന്നു. നമ്മളീ കാണുന്ന ഈ ബദൽ പ്ലാന്റേഷൻ്റെ ഈ ബോർഡിൻ്റെ ഇവിടുന്ന് ഒരു റൈറ്റ് സൈഡിലോട്ട് ഈ വഴിയുണ്ട്, ഈ മൺ റോഡ് ചെല്ലുമ്പോൾ നമുക്ക് ഓൾഡ് സത്രത്തിലോട്ട് ചെല്ലാൻ പറ്റും. അതായത് ഈ വഴി പോകുന്നത് വള്ളക്കടവിനാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ വഴി ചെന്ന് വള്ളക്കടവിൽ ചേരും. പക്ഷേ സഞ്ചാരയോഗ്യമാണെന്ന് വെച്ചാൽ അതെ, പക്ഷേ ഇതുപോലെ ഓഫ് റോഡാണ്. അങ്ങ് വരെ വഴി പോയി കിടക്കുന്നൊരു വഴിയാണിത്. അപ്പോൾ അതുകൊണ്ട് വള്ളക്കടവിന് പോകേണ്ടവർ കുറച്ചെടുത്ത് താഴെ ചെന്നിട്ട് അല്ലെങ്കിൽ മേളിൽ നിന്നോ നല്ല വഴി കൂടെ പോകുന്നതാണ് നല്ലത്. പക്ഷേ ഓഫ് റോഡിൽ കൂടെ പോകണം എന്നങ്ങനെ ആഗ്രഹമുള്ളവർ ഈ വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. കാരണം ഇതുവഴി നമ്മുടെ ജീപ്പ് കുറേ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് സ്ഥലം കാണാനൊക്കെ ആയിട്ട് ഇതിൽ ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയി കിടക്കുന്ന വഴിയാണ്. പണ്ട് കാലത്ത് അയ്യപ്പന്മാർ നമ്മളിപ്പോൾ കണ്ട അമ്പലത്തിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ആ അമ്പലത്തിലേക്ക് പോയി അവിടുന്ന് ശബരിമലയ്ക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന വഴിയാണ് എൻ്റെ പിന്നെ കാണുന്ന ഈ വഴി. അപ്പം ഇവർ ഈ വഴി പാസ് ചെയ്യുമ്പം ഇവർക്ക് വിശ്രമത്തിനായിട്ടും അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടും ഒരു സൗകര്യം ഒരുക്കിയതാണ് ഇത് ഈ കാണുന്ന നമ്മുടെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്തെ ഒരു ഹോട്ടലാണ്, അല്ലെങ്കിൽ പണ്ട് കാലത്തെ ഒരു സത്രം, അതായത് പണ്ട് കാലത്ത് അവർ വിശ്രമിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇടമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സത്രം എന്ന് പേര് വന്നത് എന്നാണ് എനിക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഞാൻ 2 പേരോട് ചോദിച്ചു, കാരണം എന്താണ് ഇവിടെ സത്രം എന്ന പേര് വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. അതുമല്ല, ഇതാണ് ഓൾഡ് സത്രം എന്നറിയപ്പെടുന്ന സ്ഥലവും. ഈ കാണുന്ന ബിൽഡിങ്ങും കാണുന്ന പ്രദേശമൊക്കെയാണ് ഓൾഡ് സത്രം എന്നറിയപ്പെടുന്നത്. ഈ ഒരു ബിൽഡിങ്ങിന് മാത്രമല്ല, അതിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മുമ്പോട്ട് അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും, അതായത് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്.
നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വഴി കൂടെയാണ് നമുക്ക് കയറി പോകേണ്ടത്. അവിടെ ആ കാണുന്നതാണ് നമ്മുടെ സത്രത്തിൻ്റെ എയർ സ്ട്രിപ്പിൻ്റെ വ്യൂ പോയിൻ്റ്. അങ്ങോട്ടിങ്ങനെ ജീപ്പും കാര്യങ്ങളൊക്കെ കയറി വരുന്നതാണ്. അവരിങ്ങനെ കുമളി സൈഡിൽ നിന്ന് ഇങ്ങനെ ട്രിപ്പ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ എല്ലാം കറങ്ങി തിരിച്ചു പോകുന്ന ആ ഒരു പാക്കേജിൻ്റെ ആൾക്കാരാണ് അവരെല്ലാവരും കുമളി തേക്കടി സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴി പോയാൽ നമ്മുടെ എയർ സ്ട്രിപ്പിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങോട്ടൊന്ന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് ഇങ്ങോട്ട് ഇവിടെയും കയറാം. അവിടെ നിൽക്കാൻ പറ്റുമോ? വണ്ടി ഇറക്കുന്നില്ല, അവിടെ നിന്ന് കണ്ടിട്ട് കയറി വരാനാ. ഗേറ്റിൻ്റെ അവിടെ. ഇവരാണ് ഈ പ്രദേശം നോക്കുന്നത്. അതായത് ഈ എയർ സ്ട്രിപ്പിലോട്ട് ആരെങ്കിലും വണ്ടിയായിട്ട് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ നിർത്തിയേക്കുന്നതാണ് ഇവരെ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ വണ്ടിയായിട്ട് അവിടെ ഇറങ്ങി പോകരുത്, അത് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്, എന്നാലും നമ്മളോട് പറഞ്ഞു ഇറങ്ങി പോകരുത്, ഇവിടെ ഗേറ്റിൻ്റെ അവിടെ പോകാവുള്ളൂ, അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറി പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനു മുമ്പ് ഇവിടെ ഇറക്കി വന്ന് എയർ സ്ട്രിപ്പിൽ വണ്ടി ഇറക്കി റേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അതുകൊണ്ടാണ് ഇവർ നമ്മൾ പോകുന്നവരോട് എല്ലാവരോടും തന്നെ ഈ കാര്യം പറയുന്നത്. ഭയങ്കര വിജനമായിട്ട് തന്നെ നടക്കും. അവിടെ ആ മേളിൽ അവിടെ ആ വ്യൂ പോയിൻ്റ് അവിടെ ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങോട്ടങ്ങനെ ജീപ്പ് കൊണ്ട് ആരും ഇറങ്ങി വരില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഇറക്കത്തില്ലാത്തതുകൊണ്ട് ആരും ജീപ്പോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വീണ്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കുറേ കാരണങ്ങളുണ്ടായിരിക്കാം. ഒന്നെങ്കിൽ അത് പ്രകൃതിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളവിടെ പരിചയപ്പെടുന്ന മനുഷ്യന്മാരായിരിക്കാം. അങ്ങനെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും വീണ്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നാറുണ്ട്. ചുറ്റുപാടും കാണുന്ന ഈ പുൽമേടുകളും എയർ സ്ട്രിപ്പിൻ്റെ ഈ വ്യൂവും പെരിയാർ ഫോറസ്റ്റിൻ്റെ ഈ മലനിരകളും വന്ന് കാഴ്ചകളെ കണ്ട് മടങ്ങിപ്പോകുന്നവരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും അതൊന്നും കാര്യമാക്കാതെ വരുന്നവർക്ക് ഇങ്ങനെ ഒരാശ്വാസവും ചെറിയ വലിയ തണലുമായി നിയാസ് ബ്രോ ഇവിടെയുണ്ട്. സമയം ഒരു 6:30 ആകാൻ പോകുന്നു. അപ്പോൾ ഈ സമയത്താണ് ഇവിടെ സത്യം പറയാൻ നല്ല ക്ലൈമറ്റ് ഉള്ളത്. പകൽ വന്നപ്പം നേരത്തെ കണ്ട സത്രമേ അല്ലായിരുന്നു. കാരണം ഭയങ്കര ചൂടും ഇടയ്ക്കിടുന്ന കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അതുകൊണ്ടൊന്നും കാര്യമില്ലാതായിപ്പോയി. അതുകൊണ്ട് സത്രം വരുന്നതിന് മാക്സിമം നിങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് വരാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഒരു 4 to 6 ആ സമയത്ത് വരാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം അതൊക്കെ ഓർത്തിട്ട് വേണം വരാൻ. മൺസൂണിൽ നമ്മൾ കാണുന്ന സത്രമേ അല്ല ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ. കാരണം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് കോടയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വന്നാൽ അതൊക്കെ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയി പോകും. കാരണം ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, കോടയും കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ വരിക. ഇത് നോക്കിയേ, ഇവിടെ ഒരു മരം, തേയിലത്തോട്ടം, അവിടെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പോൾ നമ്മൾ സത്രത്തിനോട് വിട പറയാൻ പോകുന്നു. അപ്പോൾ ബൈ ബൈ സത്രം. നമ്മളിപ്പോൾ തിരിച്ചു പോകാൻ പോവുകയാണ്.